Hi dear friends, Assalamu alaikum. കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ട് വീഡിയോസ് ഇടാതിരുന്നിട്ട്. വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. രണ്ടാഴ്ചയായി അറിഞ്ഞിട്ട്. അങ്ങനെ നല്ല സുഖമില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു. തീരെ വയ്യായിരുന്നു, ഒട്ടും സൗണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യാനും ഒന്നും ഒട്ടും വയ്യാത്തത് കാരണമാണ് വീഡിയോ ഇടാതിരുന്നത്. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു ചാനൽ ആക്കി കുറച്ചൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ വ്യൂസ് കുറയുന്നത് കൊണ്ട് ഇനി വീഡിയോ ഇടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് നല്ല സുഖമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബെറിയപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു 2 ബെറിയപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം ഉണ്ടാവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. ചെറിയതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ആപ്പിളും ഗ്രേപ്സും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കായിട്ട് യോഗേർട്ടാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം യോഗേർട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മധുരത്തിനായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവരവരുടെ മധുരം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. യോഗേർട്ടിൽ ഒട്ടും തന്നെ മധുരം ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രോബെറി വെച്ചിട്ട് ഒരു യോഗേർട്ട് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ഒരു ബൗളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്ട്രോബെറി ക്രഷാണ് ചേർത്തിട്ടുള്ളത്. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സ്ട്രോബെറി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ടിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ചീത്തയാകാതെ തന്നെ ഇരിക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് യോഗേർട്ടുമായിട്ട്. അപ്പോൾ സ്ട്രോബെറി യോഗേർട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മാംഗോ പ്യൂരി ആക്കിയതാണ്. അതും ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കിഫായ കേക്കിൽ കാണിച്ചിട്ടുണ്ട്, സ്ട്രോബെറിയും മാംഗോവും റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇങ്ങനെ ഗ്ലാസിൻ്റെ പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ടേപ്പ് വെച്ചിട്ട് ഒരു സൈഡൊന്ന് ഒട്ടിച്ചിട്ട് ഒരു ഗ്ലാസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഓട്സ് ആണ് ചേർക്കുന്നത്. നിങ്ങൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ഫില്ല് ചെയ്തെടുക്കണം. ആദ്യം ഐസ്ക്രീം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓട്സ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ ഇത് കമഴ്ത്തിയിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഐസ്ക്രീം ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 സ്പൂണ് ഓട്സ് റോസ്റ്റ് ചെയ്തത് ചേർത്തിട്ട് ഇതിലേക്ക് ആ യോഗട്ടും കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഉള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആപ്പിളും ഗ്രേപ്സും കൂടെ കട്ട് ചെയ്തതും നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറിയുടെ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി ക്രഷ് മിക്സ് ചെയ്തിട്ടുള്ള യോഗേർട്ട്.
അത് ഇതിലേക്ക് നന്നായിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മാംഗോ പ്യൂരിയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും മാങ്ങായും കൂടെ വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഫ്രീസറിൽ ഇരിക്കുന്നത്. ചീത്തയാവുമൊന്നുമില്ല. 1 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറും കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഐസ്ക്രീം ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീം ഇല്ലാതെ നിങ്ങൾക്ക് യോഗേർട്ട് വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ക്രഷിൻ്റെയും യോഗേർട്ടിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് മുകളിലേക്ക് പുൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് പുൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ ആ ഓട്സിൻ്റെ ഒരു ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും അതുപോലെ ഐസ്ക്രീമും ഫ്രൂട്ട്സും യോഗർട്ടും എല്ലാം കൂടെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.